ഇനി നമുക്ക് തോരൻ വെക്കാതെ ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. കടുക് പൊട്ടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഓയിലൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കടുക് പൊട്ടുക, പിന്നെ ചെറുതീയിൽ കിടന്ന് ഇത് വാടിയാൽ മതി. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടല്ലേ. കടുക് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കൊരു 5-6 മണി അരി ഇട്ട് കൊടുക്കണം. ഈ ഇലക്കറികളൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു രസമാണ്. അത് അരി കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് 2-3 മണി അരി കഴുകി വെച്ചതാണ്. ഇതിട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ വത്തലുകൾ ഇട്ട് കൊടുക്കും. നമ്മൾ വേണ്ട ഇല അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ 2-3 പച്ചമുളക്, ഒരു സവോള, കുറച്ച് തേങ്ങ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ സിമ്മിലിടണേ. ഇത് പെട്ടെന്ന് നമ്മൾ എണ്ണ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉപയോഗിക്കുള്ളൂ. സിമ്മിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് സിമ്മിലിട്ട് വെക്കുമ്പോൾ നല്ല തന്നെ ഇല ഇങ്ങനെ വാടി വന്നോളൂ. തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ നമുക്ക് കുറച്ച് എത്ര കുറയ്ക്കാവോ അത്രയും കുറയ്ക്കുക എന്ന് വിചാരിച്ച് നമ്മൾ തീരെ ഉപയോഗിക്കാതെ ഇരുന്നാൽ നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. നമ്മളെല്ലാം മിതമായ രീതിയിൽ ഉപയോഗിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു പ്രിവെൻറ്റീവ് മെഷർ പോലെ നമ്മളിതിങ്ങനെ രോഗങ്ങൾ വരുന്നതിലും നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയല്ലേ. അപ്പം എല്ലാവരും ചെറുപ്പക്കാരൊക്കെ എണ്ണയും ഒക്കെ നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് 100 പേരുണ്ടെങ്കിൽ 75 പേരും ഡയബറ്റിക്കും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ്. ഇതെല്ലാം നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
പണ്ടത്തെ മാതിരിയല്ലല്ലോ, ചെറുപ്പക്കാരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അപ്പോൾ നമുക്കതിനൊക്കെ നമ്മളാലാവും വിധം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളാലാവുന്ന വിധം നമ്മൾ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും നമുക്ക് മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്താ പറയുക, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വികാര വിചാരങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അത് ചെറിയ തീയിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇന്ന് തോരൻ മാത്രം പോരല്ലോ, കറിയും വേണ്ടേ. അപ്പം ഉണ്ടോ, ഇന്ന് വെള്ള മോത എന്ന് പറയുന്ന മീനാണ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് കറി വയ്ക്കാൻ പോവാണേ. നമുക്ക് ഈ സ്റ്റൗവിലേക്ക് തോരനാകുമ്പോഴേക്കും ഈ സ്റ്റൗവിലേക്ക് നമുക്ക് കറിയും കൂടെ സെറ്റാക്കാം. മീനൊക്കെ നല്ല ഹൈലി പ്രോട്ടീൻ ഡയറ്റുകളാണ്, മാംസ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളാണ് മീനും ഇറച്ചിയൊക്കെ. പക്ഷേ ഇറച്ചി മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് കുറയ്ക്കുക, കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട്. മീനൊക്കെ കറി വെച്ചാൽ നമുക്ക് എന്തോരം വേണേലും കഴിക്കാം, പക്ഷേ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലത്. നമുക്ക് തോരനൊന്ന് ഇളക്കിയിടണം. ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ സിമ്മിലിട്ട് കുറേ സമയം ഇങ്ങനെ സിമ്മിലിട്ട് വാടി 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 നല്ല പാകത്തിനാവും. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിടണം. ഇത് നമ്മൾ കടുക് പൊട്ടാനുള്ള അത്രയും മാത്രം എണ്ണ ഒഴിക്കുകയാണ്, ശകലം.
ഈ മൺചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ട് അത് ചൂടാൻ താമസമേ. നമ്മൾ അലുമിനിയം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എണ്ണ ചൂടായി പെട്ടെന്ന് കടുക് പൊട്ടൂലേ. ഞാനിത് ഈ കറി വെക്കുന്ന ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ ഇത് വഴട്ടുമൊക്കെ ചെയ്യുന്നത്. കടുക് പൊട്ടി നമ്മൾ വറുത്തലും മുളക് ഇട്ടാണ്. മൂത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം വഴണം. കടുക് പൊട്ടിയപ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടപ്പോഴത്തേനും ചുമ ഇടുക. ഇതിനൊരു കുത്തലല്ല. നമുക്കിതിലേക്ക് ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ കിട്ടാതെ മല്ലിപ്പൊടി, മല്ലിയൊക്കെ ഞാൻ തന്നെ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിയാണ്. ഒരു ചെറിയ സ്പൂണിനൊരു 2-3 സ്പൂൺ. അതുപോലെ തന്നെ ഇത് എരിവുള്ള മുളകാണ്. അത് ചക്കലിട്ടാണ് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ. ഇത് മഞ്ഞൾപ്പൊടി. ഇത് മഞ്ഞൾ ഞാൻ ഗ്രോ ബാഗിനകത്ത് നട്ട് വാട്ടി ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്താ പറയുക, വാർഷിക പദ്ധതിയിൽ പെട്ടിട്ട് ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ. അതെല്ലാം ഞാൻ പ്രേശാനയും നട്ട് പിടിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ, കുരുമുളക് എല്ലാം കിട്ടുന്നുണ്ട്. ഇഞ്ചിയാണേലും ഉണ്ട്, മഞ്ഞളാണേലും ഒരു 1 കിലോ മഞ്ഞളൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് കുറേ നാളത്തേനില്ലേ അത്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ ഉള്ളത് ഉലുവ. ഞാൻ അതും പറഞ്ഞ പോലെ ഉലുവ ഞാൻ കഴുകി ഉണങ്ങി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം കുറച്ച് ഉലുവപ്പൊടി. നേരം കിട്ടുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തു വെക്കും. അപ്പം നമുക്കിത് കറിയൊക്കെ വെക്കാൻ നേരത്തെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഉലുവ ഒരുപാട് ഇടണ്ട, കുറച്ച് മതി, അല്ലെങ്കിൽ കൂടുതൽ കയ്പ്പ് വരും. കുറച്ചിട്ടാൽ മതി, ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതും എൻ്റെ കുരുമുളകിൽ നിന്നുണ്ടായ കുരുമുളകാണ്. അത് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ട് വർഷം മുന്നേ ഞാൻ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നിന്ന് മേടിച്ച കുരുമുളകാണ്. 10 എണ്ണം മേടിച്ചായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ 5 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല ചൂടാണ്. അപ്പം ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു 5 എണ്ണം പോയി. ബാക്കി 5 എണ്ണം ഇപ്പോഴും കായ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ചൊക്കെ കിട്ടും. ആ കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് മുഴുവനും കിട്ടത്തില്ല, എന്നാലും കുറച്ച് കിട്ടും. പ്രാവശ്യം ഒരു 1/2 കിലോ പൊടിയൊക്കെ കിട്ടും. 1/2 കിലോ പൊടി കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടല്ലോ. ഇത് പൊടികളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന്
ചൂടാവണം, അല്ലെങ്കിൽ പച്ച ചുവ വരുവേ. ആ പച്ചമണം മാറി കഴിയുമ്പം ഇത് കണ്ടോ, ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന, നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം. കഷ്ണമീനൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് വെള്ളത്തിൽ വെക്കുന്ന കൊള്ളില്ല, ഒരു കുഴമ്പ് പരുവത്തിലിരിക്കണം. അതാ ചേട്ടനുണ്ട് ഇഷ്ടം. ഒരു അത്യാവശ്യം നമുക്ക് ഒരു ഏകദേശം ഒരു അളവിൽ അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിടുക, എന്നിട്ട് പിന്നെ വെന്തൊക്കെ കഴിയുമ്പോൾ നോക്കിയിട്ട് പിന്നെ ബാക്കി ഇട്ടാൽ മതി. കാരണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറഞ്ഞാൽ നമുക്ക് ഇടാമല്ലോ.